Hi everyone, welcome back to the latest episode of BK Vlog and ഇത് നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്തൊരു ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള ടോപ്പിക്കാണ്, കണക്റ്റഡ് ടോപ്പിക്കാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് എക്കണോമിക് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. അതുമായിട്ട് തന്നെ റിലേറ്റഡ് ആയിട്ട് ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് അതിൻ്റെ റിമൈനിങ് പാർട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കറണ്ട് ലോക്ക്ഡൗൺ സിറ്റുവേഷൻ അല്ലെങ്കിൽ ലോക്ക്ഡൗൺ സമയത്തും അതായത് ലോക്ക്ഡൗണിന് ശേഷവും എങ്ങനെ നമുക്ക് ഏതൊക്കെ ക്ലാസ്സുകൾ, അതിൽ സോഷ്യലിൽ നമുക്കറിയാം പല പല ക്ലാസ്സുകളുണ്ട് ഇന്ത്യയിൽ. ആ സോഷ്യൽ ക്ലാസ്സുകൾ എങ്ങനെയാണ്, സോഷ്യൽ ക്ലാസ്സുകളിനെ എങ്ങനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ഈ ലോക്ക്ഡൗണിന് ശേഷവും എങ്ങനെയാണ് നമുക്ക് പണം ഉപയോഗിക്കാൻ പറ്റുന്നത്, ഏതൊക്കെ രീതിയിൽ നമുക്ക് പണത്തിൻ്റെ ചിലവ് കുറയ്ക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നമുക്ക് അതിനെപ്പറ്റി ഒന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം വിചാരിച്ച ലോക്ക്ഡൗൺ സിറ്റുവേഷൻ നമുക്കറിയാം കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ തീരും അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കല്ല അടുത്ത ആഴ്ച ഇത് തീരും എന്ന് പറഞ്ഞാണ് നമ്മൾ ലോക്ക്ഡൗൺ സിറ്റുവേഷനെ കാണുന്നത്. അതായത് പക്ഷേ ഇത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്തോറും നമ്മൾ കൂടുതലായിട്ടൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ ഇത് അഫക്റ്റ് ചെയ്തത് മിഡിൽ ക്ലാസ് പീപ്പിളിനെയാണ്, അതായത് ലോവർ മിഡിൽ ക്ലാസ് പീപ്പിളിനെയാണ്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അന്നേരം ഇങ്ങനെ നമ്മൾ റീസെൻ്റായിട്ട് ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചു, അതിനകത്തൊന്ന് മനസ്സിലാക്കിയത് ഈ പ്രതിസന്ധി എന്ന് പറയുന്നത്, ഈ ഒരു സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്നത്, സാമ്പത്തിക മാന്ദ്യം കൂടുതലും വർഷങ്ങളിലേക്ക് തന്നെ നീണ്ടുപോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ ന്യൂസ് പേപ്പറിലെ സോഴ്സിൽ നിന്ന് കിട്ടിയ വിവരമാണ് ഞാൻ പറയുന്നത്. അതായത് 2008 നമുക്കറിയാം ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ഗ്ലോബലി, അതായത് ഈ ലോകം മുഴുവനായിട്ട് വലിയൊരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് അമേരിക്കൻ എക്കണോമി പോലും ഒരു തകർച്ചയാണ് നേരിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ത്യൻ എക്കോണമി ആ സമയത്ത് അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയൊരു തകർച്ചയൊന്നും നേരിട്ടില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇന്ത്യൻ എക്കോണമിയിൽ നമ്മുടെ രാജ്യത്തുള്ള ഒരു ബാങ്കിങ് സിസ്റ്റം ആണെന്നാണ് പറയുന്നത്. ബാങ്കിങ് സിസ്റ്റം കൊണ്ട് നമ്മുടെ രാജ്യത്ത് ആ ഒരു സാമ്പത്തിക മാന്ദ്യത്തെ നമ്മൾ നന്നായിട്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് രീതിയിൽ അതിനെ നേരിട്ടു, അതിനെ നമ്മൾ ഓവർകം ചെയ്തു. അതുപോലെ ഈ ഒരു സാമ്പത്തിക മാന്ദ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആ ന്യൂസ് പേപ്പറിലെ സോഴ്സ് ചെയ്ത് കണ്ട വേറൊരു വിവരമാണ്. അതായത് ആ സമയത്ത്, അതായത് ഗ്രേറ്റ് ഡിപ്രഷൻ, ആ ഒരു സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം 2008 സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം 2008 തൊട്ട് 2019 അല്ലെങ്കിൽ ഈ കോവിഡിന് തൊട്ട് മുമ്പ് വരെയുള്ള സമയത്ത് വരെ നോക്കുകയാണെങ്കിൽ ഏകദേശം 22 ദശലക്ഷം ജോലികളാണ് ഉണ്ടായത്. അതായത് 22 ദശലക്ഷം എന്ന് പറയുമ്പോൾ അറിയാം 22 മില്യൺ ജോബുകളാണ് ഉണ്ടായത്, ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ഈ ഒരു ലോക്ക്ഡൗണിന് ശേഷം അതിൻ്റെ ലോക്ക്ഡൗണിൻ്റെ ഇമ്പാക്റ്റ് മൂലം ഏകദേശം 30 ദശലക്ഷം, അതായത് 30 മില്യൺ ജോലികൾ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. കണക്കുകൾ പറയുന്നത് ഏകദേശമാണ്, അപ്രോക്സിമേറ്റ് കണക്കാണ്. അതായത് നേരത്തെ ക്രിയേറ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ ജോലികൾ നഷ്ടമായിട്ടുണ്ട്. അത് തന്നെ വലിയൊരു ക്രൈസിസ് ആണ്. കാരണം തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് വലിയൊരു ക്രൈസിസ് ആണ്. അതിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ പോവർട്ടി ഉണ്ടാകാം. രാജ്യങ്ങൾ മൊത്തം എല്ലാ രാജ്യങ്ങളും ഫേസ് ചെയ്യുന്നത് ഒരു കാര്യങ്ങളാണ്, ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്ത ഫസ്റ്റ് വീഡിയോയിൽ ദ ഇമ്പാക്ട് ഓഫ് കൊറോണ വൈറസ് ഓൺ ഇന്ത്യൻ എക്കോണമി എന്ന് പറഞ്ഞ വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. ആ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകും, ഡിഫ്ലേഷണറി ട്രെൻഡ് വരും, ആളുകളുടെ പൈസ ഇല്ലാതെ വരും. ആ സമയത്ത് ഗവൺമെൻറ് കൂടുതൽ പൈസ ഡംപ് ചെയ്യും അല്ലെങ്കിൽ പമ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എക്കണോമിയിലേക്ക്. അങ്ങനെ പമ്പ് ചെയ്യുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററായ നിർമ്മല സീതാറാം ഒരു 20 ലക്ഷം കോടി രൂപ പാക്കേജ് അനുവദിച്ചു. റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞു, റിലീഫ് പാക്കേജ് ആയിരുന്നു. ആ പാക്കേജ് പ്രകാരം പൂവറായിട്ടുള്ള ആളുകൾക്കും അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ബിസിനസ്സിനും അല്ലെങ്കിൽ ഓവറോൾ എക്കണോമി ഒന്ന് റീവാമ്പ് ചെയ്യുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ ആ ഒരു എമൗണ്ട് ഉപയോഗിക്കുന്നത് അതിനു വേണ്ടിയാണ്. അത് പല സ്റ്റേജിലേക്കായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞത് ആ ഒരു കാര്യങ്ങളുമായിട്ട് അത് മാച്ച് ആവുന്നുണ്ട്. അതായത് എക്കണോമിയിലേക്ക് പണം ഡംപ് ചെയ്യുന്നൊരവസ്ഥ അങ്ങനെ വന്നു. അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ നമുക്ക് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഉൽപ്പാദകർക്ക് സപ്ലൈ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് സപ്ലൈ വെക്കാൻ പറ്റും, കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ കോമൺ പബ്ലിക്കിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൂടുതലായിട്ട് ഡിമാൻഡിന് വേണ്ടി പറ്റും. അതായത് ലോവർ ക്ലാസ്സിന് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ബേസിക് നീഡ്സ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഫുഡിനും അല്ലെങ്കിൽ ബേസിക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള പണം അങ്ങനെ അതുവഴി ലഭിക്കാനും ഇടയായി. അതുപോലെ തന്നെ നമുക്കറിയാം റേഷൻ മുഖാന്തരവും ലോവർ ക്ലാസ്സിന് വേണ്ടി പല ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ പല സ്കീമുകളും ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഈ ലോക്ക്ഡൗൺ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് മിഡിൽ ക്ലാസ്സിനെ ഇതെങ്ങനെ സോഷ്യൽ ക്ലാസ്സിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു. അതായത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത്
ലോവർ ക്ലാസ് ഉണ്ട്, മിഡിൽ ക്ലാസ് ഉണ്ട്, അതൊരു അപ്പർ ക്ലാസ്സും ഉണ്ട്. അതായത് ലോവർ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളാണ്. അവരുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഗവൺമെൻറ് റേഷൻ മുഖാന്തരം അല്ലെങ്കിൽ പല പല സ്കീം മുഖാന്തരം അവരിലേക്ക് പണം എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല സപ്പോർട്ടുകൾ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. പക്ഷേ മിഡിൽ ക്ലാസ് ഉണ്ട്. മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ലോവർ മിഡിൽ ക്ലാസ് ഉണ്ട്, അപ്പർ മിഡിൽ ക്ലാസ് ഉണ്ട്. ലോവർ മിഡിൽ ക്ലാസ് ആണ് ഇതിനകത്ത് ഈ ഒരു റിസഷനും അല്ലെങ്കിൽ ലോക്ക്ഡൗൺ മുഖാന്തരം ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിക്കുന്നത് ലോവർ മിഡിൽ ക്ലാസ് ആണ്. അതായത് അവരുടെ കയ്യിൽ പണമില്ലാത്ത അവസ്ഥ, കാരണം ജോലി നഷ്ടപ്പെട്ടു അവരുടെ കയ്യിൽ. ലോവർ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് അവർ ജോലിയുള്ള ആളുകളാണ്. അതുപോലെ തന്നെ അവരുടെ കയ്യിലുള്ള ജോലികൾ ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അവർക്ക് വേണ്ട പണം കയ്യിലില്ലാതെ വരുന്ന ഒരവസ്ഥയാണ്. കാരണം അവർക്ക് കിട്ടുന്ന ആ ഒരു ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് അവരുടെ ഡേ ടു ഡേ ആവശ്യങ്ങളും അതുപോലെ മന്ത്ലി എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ മാത്രമേ, അല്ലെങ്കിൽ മാസത്തിലെ ചിലവുകൾ മീറ്റ് ചെയ്യാൻ മാത്രമേ ഉപകാരപ്പെടുന്നുള്ളൂ. അതിൽ കൂടുതലായിട്ട് അവർക്ക് വലിയ സേവിങ്സും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് 2-3 മാസത്തോളം ജോലി ചെയ്യാതിരിക്കുന്ന സമയത്ത് അവിടെ പണമില്ലാത്തൊരവസ്ഥയാണ് വരുന്നത്. അതുകൊണ്ട് അവർക്ക് കൂടുതലായി സപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അധികം കിട്ടുന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥ വരുന്നതുകൊണ്ട് ലോവർ മിഡിൽ ക്ലാസ് ആണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്. പിന്നെ മിഡിൽ ക്ലാസ് തന്നെ അപ്പർ മിഡിൽ ക്ലാസ് ഉണ്ട്. അപ്പർ മിഡിൽ ക്ലാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ കുറച്ചുകൂടെ സെക്യൂർഡ് ആണ്. കാരണം അവർക്ക് പല പല സെക്കൻഡറി ഇൻകം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവായിട്ട് ഏതെങ്കിലും ഇൻകം കിട്ടുന്ന ഒരു പോളിസി അല്ലെങ്കിൽ ഇൻകം കിട്ടുന്ന എന്തെങ്കിലും ഒരു ബാക്കപ്പ് അവരുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസുകൾ കാണും, അല്ലെങ്കിൽ കൂടുതൽ സേവിങ്സ് കാണുന്ന ഒരു അവസ്ഥയാണ് അപ്പർ മിഡിൽ ക്ലാസിൻ്റെ ഉള്ളത്. അതുകൊണ്ട് അവർ ലോവർ മിഡിൽ ക്ലാസിനെക്കാട്ടിലും കുറച്ചുകൂടെ സേഫ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പർ ക്ലാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പർ ക്ലാസ്സുകാർ അവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടി അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി അവർ സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ല. അവർ ഓൾറെഡി തന്നെ സെക്യൂർഡ് ആണ്. നമ്മൾ അപ്പർ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അപ്പർ ക്ലാസ്സിനെ ഈ ഒരു ലോക്ക്ഡൗണും അതുപോലെ തന്നെ ഈ സാമ്പത്തിക മാന്ദ്യം കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നില്ലെന്ന് തന്നെ പറയാം. കാരണം അവർ ഹൈ നെറ്റ് വർത്ത് പീപ്പിളാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വെൽത്ത് ഉള്ള ആളുകളാണ്. അങ്ങനെ വെൽത്ത് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സ്ട്രഗിളിനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അവരുടെ എക്സിസ്റ്റൻസിനെ അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളും അവരെ ബാധിക്കില്ലെന്ന് തന്നെ പറയാം ഈ ഒരു ലോക്ക്ഡൗണും അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യം. കാരണം അവരുടെ കയ്യിൽ പണമുണ്ട്, അവരുടെ കയ്യിൽ ഏത് രീതിയിലും അല്ലെങ്കിൽ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളുള്ള പണമായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ വളരെ നാളുകളായിട്ട് തന്നെ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് തന്നെ പണമുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ഇതിനകത്തൊരു കൂടുതൽ ആയിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നില്ല അവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടി. പക്ഷേ നമുക്കറിയാം ലോവർ ക്ലാസ് ഉണ്ട്. ലോവർ ക്ലാസ്സിന് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് വരുന്നുണ്ട്. പക്ഷേ മിഡിൽ ഇൻകം ക്ലാസ്സുകാർക്ക്, അതായത് ലോവർ മിഡിൽ ക്ലാസ്സിനും അപ്പർ മിഡിൽ ക്ലാസ്, ഈ രണ്ട് കാറ്റഗറി വരുന്ന ആളുകളാണ് കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ടത്. അതിൽ തന്നെ ലോവർ മിഡിൽ ക്ലാസ് ആണ് കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, അതായത് ലോവർ ക്ലാസ് എന്ന് പറയുന്നത് പറയാറുണ്ട് ഒരു എക്കണോമിയുടെ മസിലാന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് എക്കണോമിയുടെ ബാക്ക് ബോൺ ആണ്. അതുപോലെ തന്നെ ഒരു എക്കണോമിയിലെ ഡ്രൈവിംഗ് ഫോഴ്സ് ആണെന്ന് പറയാം. അതായത് എക്കണോമി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു മിഡിൽ ക്ലാസ് ആണെന്ന് പറയാറുണ്ട്. കാരണം ഈ മിഡിൽ ക്ലാസ് ആണ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മാക്സിമം കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനെ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്, ഗുഡ്സ് ആൻഡ് സാധനങ്ങളും സേവനങ്ങളും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു മിഡിൽ ക്ലാസ് ആണെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ ലാസ്റ്റ് വരുന്ന അപ്പർ ക്ലാസ് എന്ന് പറയുന്ന ആളുകളാണ് എക്കണോമിയിലേക്ക് പണം ഡംപ് ചെയ്യുന്നത്. അവരുടെ കയ്യിലുള്ള പണമാണ് എക്കണോമിയിലേക്ക് ഒഴുകി വരുന്നത്. അങ്ങനെയാണ് ഒരു സിസ്റ്റം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു ക്ലാസ്സുകൾ തമ്മിലുള്ള ബാലൻസ് നിലനിൽക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു കറക്റ്റ് സിറ്റുവേഷൻ വന്നതുകൊണ്ട് നമുക്കറിയാം ഇൻഫോർമൽ സെക്ടറിലും ഫോർമൽ സെക്ടറിലും നമ്മൾ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളാണ് വർക്കിംഗ് പീപ്പിൾ എന്ന് പറയുന്നത്. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവർ അവിടെ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുമ്പോഴത്തേക്ക് അവർക്ക് കയ്യിലുള്ള ഇൻകം നഷ്ടപ്പെടുന്നു, അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കൂടുതൽ സപ്പോർട്ട് കിട്ടാതെ വരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾക്ക് കുറേ ജോലി നഷ്ടപ്പെടുമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ മിഡിൽ ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾ കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്യുന്നത് ഇൻഫോർമൽ സെക്ടറിലാണ്. ഇൻഫോർമൽ സെക്ടർ പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് അതൊരു ഓർഗനൈസ്ഡ് സെക്ടർ അല്ലാത്തതുകൊണ്ട് ഏത് നിമിഷവും അല്ലെങ്കിൽ നമുക്ക് ബാക്കപ്പായിട്ട് മണി കിട്ടത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാതിരുന്നാൽ നമുക്ക് അതിന് വേണ്ട പണമോ ഒന്നും തന്നെ ലഭിക്കാത്തൊരവസ്ഥയാണ് ഇൻഫോർമൽ സെക്ടറിൽ. നമുക്കറിയാവുന്നതാണ് ഇൻഫോർമൽ സെക്ടറിലാണ് മജോറിറ്റി ആളുകൾ വർക്ക് ചെയ്യുന്നത്. 85% ഇൻഫോർമൽ സെക്ടറിലാണ്, ബാക്കി 15% ഉള്ളൂ ഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നത്. അവരെല്ലാം സെക്യൂർ ആണ്, കാരണം അവർക്ക് മന്ത്ലി അവരുടെ ആ ഒരു സാലറി അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പാക്കേജ് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ കാര്യം അൺസെക്യൂർഡ് ജോബാണെന്ന് പറയാം. ജോബ് സെക്യൂരിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെയാണ് മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്ക് കുറേ ജോലി നഷ്ടപ്പെടുക. അവർ വർക്കിംഗ് പീപ്പിൾ ആണ്, അവരുടെ കുറേ ജോലി നഷ്ടപ്പെടുമെന്ന് പറയുന്നത്. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. ദ ഇമ്പാക്ട് ഓഫ് കൊറോണ വൈറസ് ഓൺ ഇന്ത്യൻ എക്കോണമി എന്ന് പറഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അതും കൂടെ കാണാവുന്നതാണ്. ഒരു കാര്യം കൂടെ ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. അതായത് ഒരു മാർക്കറ്റ് എക്കോണമിയിൽ അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ആ സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ എക്കോണമിയെ ഫുള്ള് നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് ഡിമാൻഡും സപ്ലൈ ആണ്. അതിനെ നമുക്ക് അല്ലെങ്കിൽ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയാം. ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ജനങ്ങളാണ് ഡിമാൻഡ് ചെയ്യേണ്ടത്. ഒരു രാജ്യത്ത് കുറേ
റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അത് വിൽക്കുന്ന അല്ലെങ്കിൽ അത് ഉൽപ്പാദകർ കുറേ ഗുഡ്സ് ആൻഡ് സർവീസസ് സാധനങ്ങളും സേവനങ്ങളും നമുക്ക് വേണ്ടി അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് നമ്മളാണ് അത് ഉപയോഗിക്കേണ്ടത്. അതായത് നമ്മളാണ് ഡിമാൻഡ് ചെയ്യേണ്ടത്. അതായത് പറയുകയാണെങ്കിൽ ഉൽപ്പാദകരാണ് അതിനെ വിൽപ്പനയ്ക്കായിട്ട് വെക്കേണ്ടത്. അതായത് നമ്മളാണ് അല്ലെങ്കിൽ കോമൺ പീപ്പിളാണ് അത് ഇത് ചെയ്യേണ്ടത്, എന്താണ് അത് ഡിമാൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് വാങ്ങിക്കേണ്ടത്. ഇത് രണ്ടുമാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫാക്ടറാണ് സപ്ലൈയും ഡിമാൻഡും എന്ന് പറയുന്നത്. സപ്പോസ് നമ്മൾ കുറേ ഉൽപ്പാദകരെല്ലാം കൂടെ ചേർന്ന് കുറേ എമൗണ്ട് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു 100 രൂപയുടെ കുറേ സാധനങ്ങൾ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ഉൽപ്പാദകൻ ഉൽപ്പാദിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ അത് ഡിമാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ആളില്ല, ജനങ്ങൾ കോമൺ പബ്ലിക് അല്ലെങ്കിൽ ജനങ്ങൾ അത് ഡിമാൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ 100 രൂപയുടെ സാധനം ചിലപ്പോൾ വാങ്ങിയത് 10 രൂപയായിരിക്കും. അന്നേരം അത് പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ച ആൾ ആ 90 രൂപയ്ക്കും എന്താണ് അയാളത് വിൽക്കാതിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് എന്ത് പറയുന്നത്, ആ ഒരു അവസ്ഥയാണ് നമ്മൾ പറയും ഡിഫ്ലേഷൻ എന്ന് പറയും. അതായത് 100 രൂപയുടെ സാധനങ്ങളും സേവനങ്ങളും ഒരു ഉൽപ്പാദകൻ ക്രിയേറ്റ് ചെയ്തു, ഉണ്ടാക്കി വെച്ചു. പക്ഷേ അത് കൺസ്യൂം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ തയ്യാറല്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പണം ഇല്ലാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ അതിൽ ഇൻട്രസ്റ്റ് ആവാത്താവാം. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ പണമില്ലാത്ത അവസ്ഥയാണ്. അന്നേരം നമ്മളത് വാങ്ങിക്കാത്തപ്പം 10 രൂപയുടെ സാധനം മാത്രമേ വിറ്റ് പോയുള്ളൂ എന്ന് വിചാരിക്കുക, ബാക്കി 90 രൂപയുടെ സാധനവും അവിടെ ഇരിക്കുകയാണ്. അന്നേരം നമുക്ക് എന്താ സംഭവിക്കുന്നത്, ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് അത് ഡിഫ്ലേഷൻ എന്ന് പറയും. അതാണ് ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് കൂടുതൽ നമ്മുടെ കയ്യിൽ കൂടുതൽ പണമുണ്ട്, നമുക്ക് കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും വേണം. പക്ഷേ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദകരെല്ലാം ഉൽപ്പാദിപ്പിച്ചത് 100 രൂപയുടെ സാധനമായിരിക്കും. പക്ഷേ നമ്മുടെ കയ്യിൽ ജനങ്ങളുടെ എല്ലാവരുടെയിലും കൂടി അവർക്ക് 150 രൂപയുടെ സാധനം മേടിക്കാനുള്ള പണം അവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഉൽപ്പാദിപ്പിച്ചതാകെ 100 രൂപയുടെ സാധനങ്ങളേ ഉള്ളൂ. അന്നേരം നമുക്ക് 50 രൂപ കൂടുതലും ഉൽപ്പാദനം വേണം, പക്ഷേ നമ്മുടെ രാജ്യത്ത് അതില്ല. അങ്ങനെ വരുന്ന അവസ്ഥയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് പറയാം, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത് ഇൻഫ്ലേഷനാണെന്ന് പറയാം. ഇതാണ് രണ്ട് സിറ്റുവേഷൻ. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പണമില്ലാതെ വരുമ്പോൾ സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ പറ്റാതെ വരും. പിന്നെ അതൊരു എക്സെപ്ഷൻ, അതിനകത്തൊരു ഒഴിവെന്ന് പറയുന്നത് നമ്മൾ ലോക്ക്ഡൗൺ ആയിട്ടിരുന്നുകൊണ്ട് എല്ലാവരും, അതായത് സപ്ലൈയുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അതും കുറവായിരുന്നു, ഡിമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അതും കുറവായിരുന്നു. അതുപോലെ ഇടയ്ക്ക് ചില ഗ്രോസറീസിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ആവശ്യ വസ്തുക്കളുടെ വില കൂടിയായിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ സപ്ലൈയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സപ്ലൈ കുറയുമ്പോഴത്തേക്ക് ആ സാധനത്തിൻ്റെ വില കൂടും, സപ്ലൈ കുറയുമ്പോൾ സാധനത്തിൻ്റെ വില കൂടും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അങ്ങനെയാണ് സംഭവിച്ചത്. കഴിഞ്ഞ ഇടയിലൊക്കെ പച്ചക്കറികളുടെയും അതുപോലെ തന്നെ പല ആവശ്യ വസ്തുക്കളുടെയും വില കൂടിയതിൻ്റെ കാരണം സപ്ലൈ കുറഞ്ഞു. നമ്മൾ പല സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്റ്റേറ്റിനെ അനുസരിച്ച് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ വേറൊരു സ്റ്റേറ്റിൽ നിന്ന് സാധനങ്ങൾ വരുമ്പോൾ നമുക്ക് സാധനങ്ങൾ വരാൻ പറ്റാത്ത അവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഇതിൻ്റെ സപ്ലൈ കുറഞ്ഞപ്പോൾ അതിൻ്റെ വില കൂടി. ഇങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് ഈ സപ്ലൈ ഡിമാൻഡിൽ. അങ്ങനെ ഒരു കാര്യം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം, ആ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അവസാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെ നമുക്ക് ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് അല്ലെങ്കിൽ ലോക്ക്ഡൗണിന് ശേഷം നമ്മുടെ കയ്യിലുള്ള പണം ഉപയോഗിക്കാം. അതായത് ലോക്ക്ഡൗൺ കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ സാമ്പത്തിക മാന്ദ്യം, അതായത് കുറേ നാളുകൾ കഴിയാതെ നമ്മുടെ കയ്യിൽ ആ ഒരു പണത്തിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ ആ ക്യാഷ് ഫ്ലോ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് നമ്മൾ എങ്ങനെ നമുക്ക് ഈ നമ്മുടെ കയ്യിലുള്ള പണം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം, നിങ്ങളതൊന്ന് കേൾക്കുക. അതായത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ആൻഡ് ഇവാലുവേറ്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അതായത് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പണത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പലയിടത്തും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ ചിലപ്പം പല ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, നമുക്കറിയാം. നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷേ അതിലൊന്നും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാല്ല, നമ്മുടെ കയ്യിൽ പണം കയ്യിൽ സൂക്ഷിക്കുക. അതിനാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. പെട്ടെന്നുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അതായത് നമുക്ക് വേണമെങ്കിൽ ക്യാഷായിട്ട് തന്നെ വെക്കാം, അല്ലെങ്കിൽ ഡിജിറ്റൽ വാളറ്റ് ഉപയോഗിക്കാം. അതുപോലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ അത് കീപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. കറണ്ട് അക്കൗണ്ട് അതുപോലെ തന്നെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് പണം സൂക്ഷിച്ചു വെക്കാം ലിക്വിഡായിട്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്കൊരു അത്യാവശ്യം വരുവാണെങ്കിൽ നമുക്ക് അതെന്ത് ചെയ്യാൻ ഉപയോഗിക്കാനും പറ്റും. അതായത് എക്സാമ്പിൾ നമുക്ക് ഗ്രോസറീസ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ യൂട്ടിലിറ്റി പേയ്മെൻറ്റ്, ഇലക്ട്രിസിറ്റി ബിൽസോ അല്ലെങ്കിൽ വാട്ടർ ബിൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പേ ചെയ്യാൻ, അതുപോലെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ ഹോസ്പിറ്റൽ കേസസ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാനൊക്കെ ഇങ്ങനെയുള്ള ഈ ഒരു ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് പറ്റും. എന്നാൽ ലിക്വിഡായിട്ട് എപ്പോഴും ക്യാഷ് വെക്കാൻ നോക്കുക, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് പോകാതിരിക്കുക. അതാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ ക്യാഷ് അത്യാവശ്യം വെക്കുക, പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വരുമ്പോൾ അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അവോയ്ഡ് അൺനെസസറി പേയ്മെൻറ്റ്സ് ത്രൂ
ക്രെഡിറ്റ് കാർഡ്, അതായത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള അനാവശ്യമായ പേയ്മെൻറ്റുകൾ ഒഴിവാക്കുക. നമുക്ക് വേണമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം, അതായത് എന്തെങ്കിലും ഓൺലൈൻ പേയ്മെൻറ്റ് ആയിട്ട് അത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലുകളോ വാട്ടർ ബില്ലുകളോ അതുപോലെ തന്നെ ഗ്രോസറീസ് ഓൺലൈൻ വഴി വാങ്ങിക്കണമെങ്കിലോ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം. അല്ലാതെയുള്ള ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്സുകൾ മാക്സിമം ഒഴിവാക്കുക, മിനിമം ആക്കുക. അതായത് കുറച്ച് ആവശ്യങ്ങൾക്ക് മാത്രം ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുക. അതുവഴി നമുക്ക് നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററി കിട്ടാനും അതുപോലെ തന്നെ ക്രെഡിറ്റ് ബോണസ് കിട്ടാനും അത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അത് നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യും ഈ സമയത്ത്. അടുത്ത ഒരു പോയിൻ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും, അവോയ്ഡ് അൺനെസസറി പർച്ചേസസ് ആൻഡ് ബൈങ് ടു മച്ച്. അതായത് നമുക്കറിയാം, നമുക്കിപ്പോൾ ആവശ്യമായിട്ട് വേണ്ട വസ്തുക്കൾ എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ വാങ്ങാനുള്ള വസ്തുക്കൾ നമ്മുടെ കയ്യിൽ കാണും. അതായത് നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ കൂടുതലും ഇങ്ങനെയുള്ള വസ്തുക്കൾ, അതായത് അസറ്റ്സ് അതായത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഫർണിച്ചേഴ്സ് അല്ലെങ്കിൽ TV, കൺസ്യൂമർ ഡ്യൂറബിൾസ് കൂടുതലായും വാങ്ങുന്നത് അവോയ്ഡ് ചെയ്യുക. എക്സാമ്പിൾ ഞാൻ പറയാം, നമുക്കറിയാം അതുപോലെ TV, ടെലിവിഷൻ അല്ലെങ്കിൽ ഫർണിച്ചേഴ്സ്, മിക്സി, വാഷിംഗ് മെഷീൻ, അങ്ങനെയുള്ള ഐറ്റംസ്, അങ്ങനെയുള്ള കൺസ്യൂമർ ഡ്യൂറബിൾ ആയിട്ടുള്ള ഐറ്റംസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതിന് പകരം നമ്മുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുക. ബേസിക് നീഡ്സിന് വേണ്ടി നമുക്കറിയാം, നമുക്ക് ഫുഡ് വേണം, അല്ലെങ്കിൽ നമുക്ക് ഷെൽട്ടർ വേണം. ഷെൽട്ടറിന് വേണ്ടി നമുക്ക് വീടിൻ്റെ റെൻ്റ് അടയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിന് വേണ്ടി ഹെൽത്ത് ഇഷ്യൂസ് ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പണം ഉപയോഗിക്കുക. അല്ലാതെ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പണം ഉപയോഗിക്കാതിരിക്കുക. അതൊരു ഫാക്റ്റാണ്. അതുപോലെ കൂടുതലായി വാങ്ങിച്ച് വെക്കുന്നതും അവോയ്ഡ് ചെയ്യുക. കൂടുതലായി വാങ്ങിച്ച് വെക്കുക എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വില കൂടുമെന്ന് വിചാരിച്ച് ചിലർ കൂടുതലായിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് വെക്കാനുള്ള ചാൻസ് ഉണ്ട്. അതും നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. അതും നമുക്ക് അവോയ്ഡ് ചെയ്യാം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു നമ്മുടെ കയ്യിലുള്ള പണം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. കൂടുതലായി സാധനങ്ങൾ വാങ്ങിച്ചു വെക്കുന്ന കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞായിരുന്നു. അത് വാങ്ങിച്ചു വെക്കുന്ന കാര്യം ഞാൻ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതായത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോഴത്തെ അവസ്ഥയെ വെച്ചിട്ട് സപ്ലൈ ഒക്കെ ജനറേറ്റ് ചെയ്ത് സപ്ലൈ ഒക്കെ വരുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ സപ്ലൈ ജനറേഷൻ വേണം, അല്ലെങ്കിൽ സപ്ലൈ ഉണ്ടാകണം. അതായത് വിൽപ്പനക്കാർ അത് വിൽപ്പനയ്ക്ക് സാധനങ്ങൾ വെക്കണം. പക്ഷെ നമ്മുടെ കയ്യിൽ ഇനി വില കൂടുമെന്ന് വിചാരിച്ച് എല്ലാവരും കൂടെ, ഇപ്പോൾ സപ്പോസ് ഒരാൾ ചെന്നിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കുന്നു, കാരണം അത് ഒരു മാസത്തേക്കുള്ള അല്ലെങ്കിൽ കുറേ നാളത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചു വെക്കുന്നു, വില കൂടുമെന്ന് വിചാരിച്ച്. ഇതുപോലെ പലരും ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ സാധനത്തിൻ്റെ ഡിമാൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. കാരണം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, നമ്മുടെ പൈസ ഉണ്ടായിട്ട് നമ്മൾ ഡിമാൻഡ് ചെയ്യുകയല്ല, പക്ഷേ പൈസ ഇല്ലാതെ തന്നെ നമ്മളൊരു ഭയം കാരണം അല്ലെങ്കിൽ നമ്മളൊരു പേടി കാരണം നമ്മൾ കൂടുതലായിട്ട് അത് പർച്ചേസ് ചെയ്യുന്നു, വാങ്ങി വെക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സാധനത്തിൻ്റെ നമ്മൾ കൂടുതലായിട്ട് വാങ്ങുന്ന സാധനങ്ങളുടെ ഡിമാൻഡ് കൂടും. അത് ചിലപ്പോൾ ആ സാധനങ്ങളുടെ വില കൂടാനായിട്ടൊരു സാഹചര്യം ഉണ്ടാകാൻ ഇടയുണ്ട്. കാരണം അതിനനുസരിച്ച് സപ്ലൈ വന്നില്ലെങ്കിൽ. അന്നേരം നമ്മൾ ഇങ്ങനെ കൂടുതലായിട്ട് വാങ്ങി വെക്കുന്നതിന് പകരം നമ്മൾ കുറച്ചായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. നെക്സ്റ്റ് പോയിന്റ് നമ്പർ 4 ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ലിക്വിഡേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ എമർജൻസീസ്. അതായത് ഒരു എമർജൻസി സിറ്റുവേഷന് വേണ്ടി നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ലിക്വിഡേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അതായത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ലിക്വിഡേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പ്രയാസം പിടിച്ച കാര്യം തന്നെ, അത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളിപ്പോൾ ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റില്ല ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ നമുക്ക് ആ റിക്കറിംഗ് ഡെപ്പോസിറ്റ് കുറച്ച് നാളത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ സേഫ് എന്ന് തോന്നുന്ന ഒരു സമയം എത്തുമ്പോൾ അതിന് ശേഷം അത് കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ചെയ്യേണ്ടത് ഏറ്റവും ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞത്, അതുപോലെ തന്നെ പീരീഡ് കൂടുതലുള്ളത്, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞതും പീരീഡ് കൂടുതലുള്ളതുമായ ഫിക്സഡ് ഡിപ്പോസിറ്റ് സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതാകുമ്പോൾ നമ്മൾ സേഫാണ്. അഥവാ നമ്മളത് ബ്രേക്ക് ചെയ്താലും നമ്മളത് ഡേറ്റിന് മുമ്പ് അത് ബ്രേക്ക് ചെയ്താലും നമുക്ക് വലിയൊരു നഷ്ടം ഉണ്ടാകാതെ നമുക്ക് മുമ്പോട്ട് എമൗണ്ട് ലഭിക്കാനിടയാകും. അതൊരു ഓപ്ഷനാണ്. അതാണ് 4th പോയിന്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് ഇൻകം സോഴ്സസ് ആണ്. അതായത് സാധാരണ നമ്മളെല്ലാവരും കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു ജോലി അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ്, അതുവഴി കിട്ടുന്ന ഇൻകമാണ് നമ്മളെല്ലാം കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഓൾറെഡി ഒരു ഓൾട്ടർനേറ്റീവ് ഇൻകം സോഴ്സ് ഉണ്ടെങ്കിൽ, എക്സാമ്പിൾ ഒരാൾക്ക് പല സ്കില്ലുകൾ കാണും, അല്ലെങ്കിൽ ഓൺലൈൻ വഴി ചെയ്യാവുന്ന അവരുടെ സ്കില്ല് അനുസരിച്ച് ചെയ്യാവുന്ന ജോബുകൾ കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ സെക്കൻഡറി ഓപ്ഷനോട് തിരഞ്ഞെടുക്കുന്നത് മുമ്പോട്ട് നല്ലതായിരിക്കും. അതായത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്രൈമറി ജോബ് അല്ലെങ്കിൽ പ്രൈമറി കിട്ടുന്ന ഇൻകത്തേക്കാൾ കൂടുതൽ നമ്മുടെ സെക്കൻഡറി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവായിട്ട് കിട്ടുന്ന ഇൻകം കൂടുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഫിനാൻഷ്യലി കുറച്ചുകൂടെ അഡ്വാൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫ്രീ ആകും എന്ന് വെച്ചാൽ നമുക്ക് കൂടുതലായും
ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് വരത്തില്ല. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. അതായത് ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുക എപ്പോഴും. എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയാണ്. ഇപ്പോൾ എല്ലാ ആളുകളും പലരും അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് പ്രൈമറി ഒരു ജോബ് ഉണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡറി ആയിട്ടൊരു ഇൻകം കൂടെ എങ്ങനെയെങ്കിലും ജനറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ലോക്ക്ഡൗൺ സമയത്തും ലോക്ക്ഡൗണിന് ശേഷം എങ്ങനെ നമ്മുടെ കയ്യിലുള്ള പണം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ ഇത് കുറച്ച് ബേസ് ലെവൽ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ കൂടുതൽ അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ റിപ്ലൈ ചെയ്യുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പുതിയൊരു ഇൻഫർമേഷനുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.